ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ പി ചെറിയാൻ, സ്റ്റേജിലായിരിക്കുന്ന മറ്റ് ദേവദാസന്മാർ, പ്രത്യേകിച്ച് എന്നെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചതായ കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ സാംകുട്ടി, മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഈ മീറ്റിങ്ങിൽ ഒരു അവസരം തന്ന സ്റ്റേറ്റ് ഓവർസിയർ, മറ്റ് ഇതിൻ്റെ ചുമതലയിലുള്ളവർ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളുടെ ഈ വർഷത്തെ കൺവെൻഷന് ഒരു തീം സെലക്ട് ചെയ്തു. അതിപ്പോഴേ എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ രണ്ട് രാത്രികാലവും പകലും ഇന്ന് പകലും ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്തൃ ശുശ്രൂഷകൻ ബാബുച്ചായന് കൂടെ നാം അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിൽ ഈ വിഷയത്തെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ്. 10-12 പ്രസംഗം കേട്ട് കഴിഞ്ഞു. ഒരു തീമുള്ളപ്പോൾ അതിനോട് ചേർന്ന് സംസാരിക്കുവാനാണ് എന്നോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ മറ്റൊന്നും പറയണോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനും ആ വിഷയം തന്നെ പറയുമ്പോൾ അത് ഒരു ആവർത്തനമായി ഒരുപാട് കേട്ടതാണല്ലോ, ഇനി എന്തുവാ ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ളൊരു ചിന്തയിലായിരിക്കും പലപ്പോഴും നിങ്ങളായിരിക്കുന്നത്. ഒരുപാട് പുതിയ കാര്യങ്ങളൊന്നും പറയുവാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. എങ്കിലും ഓർക്കുക, ഇത് ദൈവവചനത്തിൻ്റെ, ജീവനുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ ഒരു ശുശ്രൂഷയാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അവിടെ വചനം എന്നുള്ള പദത്തിന് നാം പൊതുവെ നമുക്ക് ഈ വചനം എന്നുള്ള പദം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വചനം എന്നതിന് ഗ്രീക്കിൽ 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ലോഗോസ്, വേറൊന്ന് റെയ്മ. ലോഗോസ് എന്ന് പറയുന്നത് എഴുതപ്പെട്ടതായ വചനമാകുന്നു. ഈ എഴുതപ്പെട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ 10-12 പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലവും ഈ എഴുതപ്പെട്ട വചനത്തെ നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന വചനമായി തീരുവാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്കിന്ന് ദൈവസന്നിധിയിലായിരിക്കാം. നാം ഓരോ കൂട്ടായ്മയിലും പങ്കെടുക്കുമ്പോൾ സഭയിലുള്ള ശുശ്രൂഷകളാണെങ്കിലും ഇതുപോലെയുള്ള പൊതുയോഗങ്ങളിലാണെങ്കിലും വെറുതെ ഒന്ന് പോയി ഒരു ആഘോഷമായിട്ട് പോയിട്ട് വരികയല്ല. എൻ്റെ ദൈവമേ, ഇന്ന് അവിടുന്ന് എന്നോട് സംസാരിക്കുന്നത്, ബാക്കി എല്ലാവരോടും എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് വലിയ വിഷയമല്ല. എന്നോട് സംസാരിക്കുന്നത് അത് കേട്ട് അത് സ്വീകരിച്ച് അത് അവിടുന്ന് എനിക്ക് വേണ്ടി തരുന്ന റെയ്മ ആണെന്ന് മനസ്സിലാക്കി അതും പ്രകാരം ജീവിക്കുന്നതിന് എന്നെ സഹായിക്കണമേ, അതിനുള്ളൊരു സമർപ്പണത്തിലേക്ക് വരുവാൻ എന്നെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഓരോ യോഗത്തിലും പങ്കെടുക്കേണ്ടത് ആവശ്യമാകുന്നു. വീടുകളിലിരുന്ന് ഓൺലൈനായിട്ടോ ഇവിടെ വന്നിരുന്ന് ഈ പന്തലിനുള്ളിലും ചുറ്റുപാടുമുള്ള ബുക്ക് സ്റ്റാളുകളിലും കാപ്പിക്കടയിലും ഒക്കെ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവര് ഓർക്കേണ്ടതായ ഒരു കാര്യം, നാം ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുകയും ജീവിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നതായ ദൈവത്തിൻ്റെ ഇടപാട് വചനത്തിലൂടെ ഉണ്ടാകുന്നതിന് വേണ്ടിയാകുന്നു. അതിനുവേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന് 37-ാം വാക്യമാണല്ലോ നമ്മുടെ അടിസ്ഥാനമായിട്ട് നാം പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആ പൂർണ്ണ ജയം എന്നുള്ള വാക്ക്, ആ പദപ്രയോഗം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നതാണ്. നാം ജയിക്കുന്നു എന്ന് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം മലയാളത്തിൽ അത് പൂർണ്ണ ജയം എന്ന് പറയുന്നു. ഇംഗ്ലീഷിലുള്ള പല ട്രാൻസ്ലേഷൻസിലും നോക്കുമ്പോൾ അവിടെ കാണുന്നത് വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. നാം പിടിച്ചടക്കുന്നവരാണ്. എന്നാൽ പൗലോസ് ഇവിടെ എഴുതുന്നത്
ഞാൻ വെറും പിടിച്ചടക്കുന്നതിൽ തൃപ്തിപ്പെടുന്നതില്ല. അതിനേക്കാളും മുകളിലുള്ളതായി ഏതോ ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിലാകുന്നു നാം ആയിരിക്കുന്നത്. ജയാളികളായി എന്ന് മാത്രമല്ല, അഥവാ നാം ആരെങ്കിലും തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് നടക്കുക മാത്രമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സഹായത്തോടുകൂടെ ഇന്ന് നാം കേട്ടതും ഈ ദിവസങ്ങളിൽ കേട്ടതുമായ ദൈവവചന ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കുന്നത്, ഞാൻ ഈ ഒരു ജയം കൊണ്ട് തൃപ്തിപ്പെടുകയല്ല, ഇതിനപ്പുറത്തിനേക്കാളും വലിയൊരു നിലയിലേക്ക്, മോർ ദാൻ കോൺകറേഴ്സ്, ആ നിലയിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമുക്ക് പൊതുവെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ എന്താ പറയുന്നത്, ഒരു ബെയർ മിനിമം എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ച് കഷ്ടിച്ചു വേണ്ടിയതൊക്കെ ഒന്ന് ചെയ്തു പോകണം. പരീക്ഷയ്ക്കൊക്കെ അങ്ങനെയൊക്കെ മതിയെന്നാ ഒരുപാട് പേരുടെയും ചിന്ത. എങ്ങനെങ്കിലും എത്ര 35% എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയൊക്കെ മാർക്ക് വാങ്ങിച്ചെങ്കിൽ ജയിച്ചാൽ മതി. അതുകൊണ്ടാണ് കുട്ടികൾ വീട്ടിൽ വരുന്ന എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ വേണ്ടതില്ല. കാരണം വേണ്ടത് നല്ല ഫസ്റ്റ് ക്ലാസ്സോ ഡിസ്റ്റിങ്ഷനോ ഒക്കെയാണ്, അതില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജയിച്ചു പോകും. ഇന്ന് ഒരുപാട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഒരു പ്രധാനപ്പെട്ടതായ പ്രശ്നം, ഒരു ബെയർ മിനിമം. ഞാൻ പലപ്പോഴും ശിഷ്യത്വത്തെ പറ്റി, ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി, ആത്മീയ രൂപീകരണത്തെ പറ്റി ഒക്കെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ എത്തിക്സ് പഠിപ്പിക്കുമ്പോൾ, പലരും കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ വന്നാൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറേ ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ സ്വർഗത്തിൽ പോകാനൊക്കെ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ആകപ്പാടെയുള്ള ഒരു ചിന്ത, എങ്ങനെങ്കിലും കടിച്ചു പിടിച്ച് ജീവിച്ച് കഷ്ടിച്ചങ്ങ് പോകണം, സ്വർഗത്തിലൊന്ന് പോകണം. അതിനപ്പുറമായിട്ട് വലിയ ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെയുള്ളതായ ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ജയത്തെക്കാളും വലിയതായ ഒരു അനുഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് വലിയ ആമേന് ഹല്ലേലൂയ ഒന്നും കിട്ടത്തില്ല, അതിന് വലിയ സ്വീകരണമൊന്നും കിട്ടത്തില്ല. കാരണം അവർക്കെങ്ങനെ ഒരു ബെയർ മിനിമം. പണ്ടൊക്കെ, ഇപ്പോഴത്തെ എനിക്ക് രീതികളൊന്നും അറിഞ്ഞുകൂടാ, പണ്ടൊക്കെ ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വലിയ അവരവർക്ക് അറിയാവുന്ന ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അടുത്ത ഗ്രാമത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇതൊക്കെ എഴുതി തരും. അന്ന് എഴുതി അയക്കുക. എന്നിട്ട് എഴുതുന്നത്, ഞങ്ങളെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അങ്ങേ അറ്റം ചെയ്യും, നിങ്ങളുടെ പൂർണ്ണമായ തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുമെന്നെല്ലാം പറഞ്ഞാൽ എഴുതുന്നത്, ടു ദ ബെസ്റ്റ് ഓഫ് യുവർ സാറ്റിസ്ഫാക്ഷൻ. എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നുള്ള ചിന്ത എന്തുവാ? ഇവരുടെ ബെസ്റ്റും സാറ്റിസ്ഫാക്ഷനും ഒന്നും അല്ല നോട്ടം, എനിക്ക് എങ്ങനെയെങ്കിലും കഴിയുന്നതും കുറച്ച് ചെയ്തിട്ട് മാസം തോറും കിട്ടുന്ന ശമ്പളം വാങ്ങിച്ചങ്ങ് ജീവിക്കണം. അതായിരുന്നു അന്നത്തെ ചിന്ത. ഇന്ന് ഒത്തിരിയൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ഫ്രീ സൊസൈറ്റി, മാർക്കറ്റൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട വിശ്വാസികളെ, എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് ജയിച്ചു പോകുകയല്ല, പൗലോസ് പറയുന്നത് അതിനേക്കാൾ ഉന്നതമായ ഒരനുഭവത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും വരുവാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. അതിന് സാധിക്കും, അതിനു വേണ്ടിയുള്ള സമർപ്പണം ഉണ്ടായിരിക്കണം. നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്, കാൽവറിയിൽ മരിച്ചത്, അതിനു മുമ്പ് ഈ ലോകത്തിൽ ജീവിച്ച് നമുക്കൊരു മാതൃക കാണിച്ചു തന്നത് എങ്ങനെയെങ്കിലും കഷ്ടിച്ചങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ കർത്താവ് വന്നതിന്റെ ഉദ്ദേശം കർത്താവ് തന്നെ പറയുന്നത്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിനും അത്രേ ഞാൻ വന്നത്. അപ്പോൾ എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോവുക, എല്ലാവരും ജീവിക്കുന്ന പോലെ എനിക്കും അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയ്ക്കപ്പുറമായിട്ട് യേശു പറയാവുന്നു, അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടാതെ സമൃദ്ധിയായ ഒരു ജീവിതം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, പ്രിയ കർത്തൃവേലയിലേക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കിന്ന് പറയുവാനുള്ളത്, നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു വന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് നാം മനസ്സിലാക്കിയിട്ട് ആ ഉദ്ദേശത്തിന്റെ പൂർണ്ണതയിലേക്ക് അത് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ജനങ്ങളെ നയിക്കുവാൻ നാം കടപ്പെട്ടവരാണ്.
എങ്ങനെങ്കിലും 4 സ്തോത്രം പറഞ്ഞ് ഇവിടുന്ന് ആരാധിച്ചാൽ മതി, അങ്ങ് പോകാമെന്ന് പറച്ചിലൊക്കെ ഒന്ന് നിർത്തിയിട്ട് അതിനപ്പുറമായിട്ട് യേശു ഇവിടെ വന്നത് പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് അല്ല, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരു സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കാൻ നാം ഒരുങ്ങണം. ഇത് കൂടുതലും ഇവിടെ സഭാ ശുശ്രൂഷകന്മാരൊക്കെയാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഞായറാഴ്ച കിട്ടുന്ന 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഈ ലേഖനങ്ങളും സുവിശേഷവും വിശദമായിട്ട് ജനത്തെ ഒന്ന് പഠിപ്പിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുമോ? അവർക്ക് വളർച്ച പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അബ്രഹാമും ദാവീദും മാത്രം എന്നും കേട്ടുകൊണ്ടിരുന്നാല് അവർക്ക് ആത്മീയമായി വളർന്ന് യേശു എന്തുദ്ദേശത്തോടുകൂടി വന്നുവോ അത് സാധിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. അവരെ ആ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുപോകാനുള്ള ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഇന്ന് പൽക്കാലം നാം ഒന്ന് ഓർത്താൽ കൊള്ളാം. കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് വെറുതെ സന്തോഷം ഉണ്ടാകുന്നതല്ല, നിങ്ങൾക്ക് പൂർണ്ണമായ സന്തോഷം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ അതാണ് പറയുന്നത്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടായാൽ മാത്രം പോരാ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകണം. എന്തെങ്കിലുമൊക്കെ കണ്ടതിൽ സന്തോഷിച്ച് ചിരിച്ച് കൈയടിച്ച് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത് സന്തോഷത്തിന് വേണ്ടി ഒന്ന് കൈയടിച്ചെന്ന് പറയുമ്പോൾ അവിടെ 3 മിനിറ്റോ 2 മിനിറ്റോ അവിടെ സ്വല്പം സന്തോഷിച്ചിട്ട് പോകുകയല്ല, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. അതാണ് കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ളതായ ആഗ്രഹം. നമുക്ക് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം സംഘട്ടനങ്ങളുടെയും സംഘർഷങ്ങളുടെയും അഭാവമല്ല സമാധാനം എന്ന് പറയുന്നത്. ലോകം അത് അങ്ങനെ വ്യാഖ്യാനിക്കും. ഇപ്പോൾ ഗാസയില് ഇസ്രയേല് അവിടെ ഒരു സന്ധി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴ് പൊതുവെ ഒരു ചിന്തയുണ്ട്, ഇനിയും അവിടെ സമാധാനമായി എന്ന്. എന്നാൽ ഒരു മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ കുടുംബക്കാരെ കണ്ട് അവർ ആശ്വാസത്തോടുകൂടി ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ വിഷമമില്ലാത്തതല്ല, എതിർ സാഹചര്യങ്ങളില്ലാത്തതല്ല, ബുദ്ധിമുട്ടുകളില്ലാത്തതല്ല, പിന്നെയോ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. അത് സാധാരണ സമാധാനമല്ല എന്ന് നമുക്ക് അവിടെ അനുഭവിച്ചറിയുവാൻ സാധിക്കും. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. മനുഷ്യരൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്, നമ്മുടെ മലയാളി കൾച്ചറിലത് പറയാറില്ല, അല്ല ചെറുപ്പക്കാർ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലപ്പോഴും ഒളിച്ചും പാത്തുമൊക്കെ പറഞ്ഞെന്ന് വരാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. അല്ലാതെ നമ്മളാരും ഇന്നൊന്നും പറയാറില്ല, സഭയിലൊന്നും ഇതൊന്നും കേൾക്കാനില്ല, ഒരു സ്നേഹത്തിന്റെ വാക്ക് കേൾക്കാനില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നത്, ലോകം പറയുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല, ഒരു സ്നേഹമല്ല, ലോകത്തിന് നിർവചനപ്രകാരമുള്ള സ്നേഹമല്ല. പിന്നെയോ വലിയ സ്നേഹം, സ്വന്തം ജീവനെ നൽകുന്നതായ സ്നേഹം, ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്ന ഒരു ഇടയന്റെ സ്നേഹം, കാൽവറിയിൽ നമുക്ക് വേണ്ടി കൈകാൽ വിരിച്ച് മരണത്തെ വരിച്ചവനായ യേശുവിന്റെ സ്നേഹം, അതാണ് വലിയ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെ ആ കോണ്ടെക്സ്റ്റിൽ നാം ഇത് ചിന്തിച്ചു നോക്കുക. വെറും ജീവനല്ല, സമൃദ്ധിയായ ജീവൻ. വെറും സന്തോഷമല്ല, പൂർണ്ണമായ സന്തോഷം. വെറും ഒരു സമാധാനം, ലോകം തരുന്ന സമാധാനമല്ല, സകല ബുദ്ധിയായി നമ്മുടെ ബുദ്ധി കൊണ്ട് ആനലൈസ് ചെയ്ത് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ ഒരു സമാധാനം, ഒരു മനുഷ്യർക്കും കൊടുക്കുവാൻ സാധിക്കാത്തതായ വലിയൊരു സ്നേഹം. ആ കോണ്ടെക്സ്റ്റില്, ആ സന്ദർഭത്തില് നാം ഒന്ന് മനസ്സിലാക്കുക, വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. നമ്മൾ വെറും ജയാളികളല്ല. ഈ വലിയ സ്നേഹം അനുഭവിക്കുന്നവരായ നാം, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ലഭിച്ചവരായ നാം, സമൃദ്ധിയായ ജീവന്റെ ഉടമകളായി തീർന്നിരിക്കുന്ന നാം, പൂർണ്ണമായ സന്തോഷമുള്ളവരായ നാം, വെറും ഞാന്
അവരിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അവരങ്ങ് തോറ്റുപോയി എന്ന് പറയുകയല്ല. പിന്നെയോ, വി ആർ മോർ ദാൻ കോൺഗ്രേഴ്സ്. നാം ജയാളികളെക്കാൾ ശ്രേഷ്ഠന്മാരാകുന്നു, ഉന്നത പദവിയിലായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനം കൊണ്ടല്ല, നമ്മളുടെ മസിൽ പവർ കൊണ്ടല്ല, നമ്മുടെ പണം കൊണ്ടല്ല, നമ്മുടെ സാമൂഹിക നിലവാരം കൊണ്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല നാം ഈ മോർ ദാൻ കോൺഗ്രേഴ്സ് ആയിരിക്കുന്നത്, പൂർണ്ണജയം പ്രാപിച്ചിരിക്കുന്നത്. അത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാകുന്നുവെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഇന്നൊന്ന് മനസ്സിലാക്കുക. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നാം എങ്ങനെ പൂർണ്ണ ജയമുള്ളവരായി തീർന്നിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. 7 കാര്യങ്ങളെ അവിടെ ഞാൻ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു. വചനധ്യാനത്തിങ്കിൽ ഞാൻ മനസ്സിലാക്കിയ 7 കാര്യങ്ങള്. 1, 31-ാം വാക്യത്തിൽ കാണുന്നത്, ദൈവം നമുക്ക് അനുകൂലമാകുന്നു. ഞാൻ എങ്ങനെ മോർ ദാൻ കോൺകററായി, ആ വാക്ക് ഞാൻ ആ പദം വീണ്ടും ഉപയോഗിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ വെറും ജയാളി എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൂർണ്ണമായ ഉന്നത നിലവാരത്തിലുള്ള ഒരു ജയത്തിലേക്ക് എന്നെ നയിക്കുന്നത് എന്താണ്? അതിന് 31-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ദൈവപൈതലേ, നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്? ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഇതൊന്നും ഇപ്പം കാണുന്നില്ല, TV ഒന്നും അധികം കാണുന്നില്ല. പണ്ടൊക്കെ ഈ ചില ഡിറ്റക്റ്റീവ് സ്റ്റോറീസൊക്കെ കാണുമായിരുന്നു, വിദേശത്തൊക്കെ ആയിരുന്നപ്പോൾ. ആദ്യത്തെ 60 മിനിറ്റുള്ള ഒരു ഷോ ആണെങ്കിൽ 55 മിനിറ്റും അതിൻ്റെ വില്ലനെ അവരെ മറ്റുള്ളവരെ തോൽപ്പിക്കുകയും അതും ഇതൊക്കെ ചെയ്യുന്നതാ കാണുന്നത്. ഒടുവിലത്തെ 5 മിനിറ്റ് കൊണ്ട് അവനെ തോൽപ്പിക്കും, ഹീറോ വന്നിട്ട് അവനെ തോൽപ്പിക്കും. നമ്മളുടെയൊക്കെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഒരുപാടും ഇങ്ങനെ 10 മിനിറ്റ് ഉണ്ടെങ്കിൽ 9 മിനിറ്റും ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ സാത്താന് എന്തോ ഒരു ജയമായിരുന്നു, അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു, ഇങ്ങനെ എന്നെ ഇട്ട് ബുദ്ധിമുട്ടിച്ചു, വിഷമിച്ചു. എന്നിട്ട് ഒടുവിൽ വേഗത്തിലൊന്ന്, എന്നാലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അതല്ല നാം ഓർക്കുക, വല്ലപ്പോഴും അല്ല, ദൈവം നമുക്ക് അനുകൂലമാകുന്നു, എപ്പോഴും അനുകൂലമാകുന്നു. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ ജയാളിയായി തീരുവാൻ സാധിക്കുന്നു. 124-ാം സങ്കീർത്തനത്തില് അവിടെ ദാവീദിന്റെ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന എന്താണ്? ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഇവിടെ പറയുകയാണ്, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ അതൊക്കെ ചെയ്യാമായിരുന്നു. താഴോട്ട് ഒരുപാട് പറയുന്നുണ്ട്. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണിനുമീതെ കവിയുമായിരുന്നു, പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണിനുമീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാകയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്ലെങ്കിൽ അതായത് വേണമെങ്കിൽ അവരുടെ പല്ലിന് നമ്മെ ഇരയായി കൊടുക്കാമായിരുന്നു. വേട്ടക്കാരന്റെ കെണിയിൽ പെട്ടുപോകുന്ന ഒരു പക്ഷിയെ പോലെ നാം ആകാമായിരുന്നു. എന്നാൽ നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഉള്ളതിനാല് വേട്ടക്കാരന്റെ കെണിയിൽ നാം പെട്ടുപോയില്ല. വെള്ളങ്ങൾ നമ്മുടെ മേലെ കവിഞ്ഞൊഴുകിയില്ല, അഗ്നിജ്വാലയ്ക്ക് നാം ഇരയായി തീർന്നില്ല. കാരണം എന്ത്? യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചില വേദനകളോടുകൂടെ ഭാരത്തോടുകൂടെ എന്നെ ദൈവം കാണുന്നുണ്ടോ, എൻ്റെ വിഷയം അറിയുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പൽക്കാലം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് നാം ഇന്നൊന്ന് ഏറ്റുപറയുക. ഹല്ലേലൂയ. യഹോവ നമ്മുടെ പക്ഷത്ത് ഉണ്ട്. അസന്നിഗ്ധമായിട്ട് യാതൊരു സങ്കോചവും കൂടാതെ നമുക്ക് പറയുവാൻ സാധിക്കും,
ജീവിത അനുഭവങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും, ഇങ്ങനെയുള്ളതായ കെണികളിൽ നിന്നും എന്നെ വിടുവിച്ചത് എൻ്റെ യഹോവയാകുന്നു. എനിക്ക് മുമ്പിൽ വഴികളൊന്നുമില്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് വഴി കാണിച്ചു തന്നത് എൻ്റെ യഹോവയാകുന്നു. ജീവിതത്തിൽ നിരാശകളും പ്രയാസങ്ങളും നിറഞ്ഞ അനുഭവങ്ങളുടെ മധ്യത്തിൽ എന്തായിത്തീരും, നാളെ സംഭവിക്കുന്നത് എന്നറിയാതിരിക്കുന്ന സന്ദർഭങ്ങളില് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഇത്രത്തോളമൊക്കെ ആകുവാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ കഴിവല്ല, നമ്മുടെ ബലമല്ല, നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, പിന്നെ ഒന്ന് മാത്രം, കരുണയുള്ളവനായ ദൈവം, മഹാസ്നേഹ നിമിത്തം നമ്മെ സ്നേഹിച്ചവനായ ദൈവം ആ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞതിന്റെ ഫലമായി, അവിടുന്ന് നമ്മുടെ പക്ഷത്തുള്ളതിന്റെ ഫലമായിട്ട് നമുക്ക് ഇത്രത്തോളം ജയം തന്നു. ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. 2 അതിന്റെ 32 വാക്യത്തിൽ വായിക്കുമ്പോൾ, നാം പൂർണ്ണ ജയാളികളാകേണ്ടതിന് വേണ്ടതെല്ലാം ദൈവം തന്നെ നൽകിയിരിക്കുന്നു. നാം വായിച്ചല്ലോ, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ദൈവം അനുകൂലമാണെന്ന്. ഇന്നലെ പരീക്ഷയ്ക്ക് മോൻ പോയിട്ട് നല്ലപോലെ ചെയ്തില്ലെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ വിസ വരുമെന്ന് കാത്തിരുന്നിട്ട് വിസ കിട്ടിയില്ല. അപ്പുറത്തെ അവർക്കുള്ള പോലെയുള്ള നന്മകളൊന്നും എനിക്കില്ല. മുമ്പേ പ്രിയ ബാബു ബ്രദർ പറഞ്ഞതുപോലെ 8:28 വായിച്ചിട്ട് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും എന്നൊക്കെ പറയുന്നത്, എനിക്കിതൊന്നും നന്മയ്ക്കായിട്ടൊന്നും കാണുന്നില്ല. എനിക്ക് കുറെ നാൾ മുമ്പ്, ഞങ്ങൾ കുറെ വർഷങ്ങൾ TV-യിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പലരും വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ബ്രദറെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഞാൻ ഈ TV ചാനൽ കണ്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് വരുന്നവരെല്ലാം പറയുന്നത് നിങ്ങളുടെ കടങ്ങളെല്ലാം മാറിക്കിട്ടും, നിങ്ങളുടെ രോഗങ്ങളെല്ലാം മാറിക്കിട്ടും, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ലെന്നാ. ഞാനിത് രാവിലെ തൊട്ട് വൈകുന്നവരെ ഇത് കണ്ടോണ്ടിരിക്കുക. ഇവര് പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്, എൻ്റെ കടങ്ങളും മാറുന്നില്ല, എനിക്ക് ഇപ്പോഴും രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുന്നു. എന്നാല് ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾക്ക് കടം മാറി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല. അതൊക്കെ ദൈവം സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്തുകൊള്ളും. എന്നാൽ അതല്ല അതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ്. നിങ്ങൾ എന്ത് വാഹനമാണ് ഓടിക്കുന്നത് എന്നുള്ളതോ, അതോ ബസ്സിൽ കയറിയാണോ ഈ കൺവെൻഷൻ വന്നത് എന്നുള്ളതോ അല്ല നിങ്ങൾക്ക് ദൈവം അനുകൂലമായിരിക്കുന്നു എന്നതിന്റെ തെളിവ്. പിന്നെയോ ആ 32 വാക്യത്തിൽ പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ കേൾക്കുക, ദൈവജനമേ കേൾക്കുക, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി, പ്രസംഗിക്കുന്ന ചിലർക്ക് വേണ്ടി അല്ല, അത്ഭുത പ്രവർത്തികൾ നടത്താമെന്ന് പറയുന്ന ചിലർക്ക് വേണ്ടി അല്ല, വല്ല പേരും പെരുമയും സ്ഥാനമുള്ള ചിലർക്ക് വേണ്ടി അല്ല, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സകലവും എന്ന് പറഞ്ഞാല് നമുക്ക് ആവശ്യമെന്ന് ദൈവം കാണുന്നതായ സകല നന്മകളും തരാതിരിക്കുമോ? അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നു എന്നതിന്റെ തെളിവ് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഒന്നും അല്ല. പിന്നെയോ അതിന്റെ പ്രധാനപ്പെട്ട തെളിവ് എന്ത്? എനിക്ക് വേണ്ടി പാപത്തിന്റെ കുഴിയിൽ കിടന്നവനായി എനിക്ക് വേണ്ടി കുഴിഞ്ഞ ചേറ്റിൽ കിടന്നത് താഴേക്ക് പോയിക്കൊണ്ടിരുന്നതായി എനിക്ക് വേണ്ടി, എന്നെ അതിൽ നിന്ന് ഉദ്ധരിക്കുന്നതിന് വേണ്ടി, എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ കാൽവറിയുടെ കുരിശിൽ തൂങ്ങപ്പെടത്തക്ക രീതിയിൽ അവനെ ഏൽപ്പിച്ചു തന്നു. അതാണ് ദൈവം നമുക്ക് അനുകൂലം എന്നുള്ളതിന്റെ തെളിവ്. ആ തെളിവ് വിശ്വസിച്ച്, അതിൽ ആശ്രയിച്ച്, അതിൽ സന്തോഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും, we are more than conquerors through in Christ Jesus. നാം ക്രിസ്തു യേശുവിൽ പൂർണ്ണ ജയമുള്ളവരാകുന്നു. മൂന്നാമത് അവിടെ കാണുന്നത്, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു.
കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവത്തിന്റെ വ്രതന്മാരും. ഈ വ്രതന്മാരെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അത് ഈ വ്രതം പാലിക്കുന്നവരെന്നല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. ഈ വ്രതവും വ്രതവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ. ഈ വ്രതന്മാരെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എവിടെ നോക്കിയാലും, ഒരു ഇംഗ്ലീഷ് വേദപുസ്തകം എടുത്ത് എവിടെ നോക്കിയാലും കാണുന്നത് യു ആർ ദ ചോസൺ വൺസ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. അങ്ങനെയുള്ളവരെയാണ് മലയാളത്തിൽ വ്രതന്മാർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. മാത്രമല്ല, നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധന്മാരാകുന്നു, ദൈവത്തിന്റെ പ്രിയമുള്ളവരാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളെ സ്നേഹത്തോടുകൂടെ ഒരു വാക്ക് പറയുവാൻ ചിലപ്പോൾ ഇങ്ങേറ്റമെന്ന് സഭയിൽ പോലും ആരും കണ്ടില്ല എന്ന് വരും. എന്നാൽ ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് സ്വന്തം കാലിൽ നടക്കുവാൻ കൽപ്പില്ലാത്ത ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവനെ നോക്കിയിട്ടാണ് യേശു പറയുന്നത് മകനെ എന്ന് വിളിക്കുന്നത്. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ, ലോകത്താലെല്ലാം നിന്ദിക്കപ്പെട്ടവളായി, ഉപേക്ഷിക്കപ്പെട്ടവളായി, ലോകത്തിൽ ഒന്നുമില്ലാത്തവളായി തീരുന്ന ഒരു സ്ത്രീയെ ഭയത്തോടുകൂടെ, വിറയലോടുകൂടെ, സമൂഹം എന്നെ കണ്ടാൽ എന്നെ കല്ലെറിഞ്ഞ് കൊന്നെന്ന് വരും എന്നുള്ള ഭയത്തോടുകൂടി യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ യേശു അവളെ നോക്കിയിട്ട് പറയുന്നത് മകളെ എന്നാകുന്നു. ഇതുവരെയും മകനെ എന്നുള്ള വിളി കേൾക്കാതിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, മകളെ എന്നുള്ള വിളി കേൾക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ കാലം പറയട്ടെ, യേശുവിന്റെ വിളി അതാണ്. നിങ്ങളുടെ സ്ഥാനം നോക്കിയിട്ടല്ല, നിങ്ങളുടെ ഡിഗ്രി നോക്കിയിട്ടല്ല, നിങ്ങൾക്ക് എന്തുമാത്രം അംഗീകാരം ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവനായ ഒരു യേശു. നിങ്ങൾ ദൈവത്തിന്റെ വ്രതന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. ദൈവത്തിന്റെ വിശുദ്ധി തങ്ങളിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുന്നവരാകുന്നു. അങ്ങനെയുള്ളവരെ പറ്റി പറയുന്നത് നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരുമാകുന്നു. നാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. നമ്മളെ റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കർത്തൃവേലയിലായിരിക്കുന്നവർ ശ്രദ്ധിക്കുക. 10ാം ക്ലാസ് പാസ്സായിട്ട് മറ്റൊന്നും കിട്ടാതെ വന്നപ്പോഴും മളക്കര ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചേക്കാമെന്ന് പറഞ്ഞ് വന്നതാണോ നിങ്ങള്? അതോ ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ? പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്ക് കാര്യമായിട്ടില്ല. ഞാൻ മുമ്പോട്ട് പോകട്ടെ. 4ാമത് കാണുന്നത് ദൈവം നമ്മെ നീതീകരിക്കുന്നു. ലോകം മുഴുവൻ നമ്മെ കുറ്റക്കാരെന്ന് കണ്ടെന്നു വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലോകത്തിന് മുമ്പിൽ യാതൊരു അംഗീകാരവും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ഇതേ പുസ്തകം 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ കാണുന്നത് നാം നീതീകരിക്കപ്പെട്ടവരാകുന്നു. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. യേശു ക്രിസ്തു മൂലം നീതീകരണം പ്രാപിച്ചവരായ നാം ഇതെല്ലാം വിശദീകരിക്കുന്നില്ല. നീതീകരണം പ്രാപിച്ചവരായ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ സമാധാനമാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. പാപത്തിന്റെ വഴിയിൽ നടക്കുന്ന കാലത്തോളം ദൈവം എന്നുള്ള വാക്ക് കേട്ടാൽ അത് ഭയമുളവാക്കുന്നതാണ്. ഒരു കള്ളനെ സംബന്ധിച്ചിടത്തോളം അവൻ പോലീസിൽ നിന്നും ഒളിച്ചോടുകയാകുന്നുവെങ്കിൽ, നിയമത്തിന്റെ കണ്ണുകളിൽ നിന്നും ഒളിച്ചോടുകയാകുന്നുവെങ്കിൽ അവനൊരു പോലീസിന്റെ തൊപ്പി കണ്ടാൽ ഭയപ്പെടും. എന്നാൽ ഒരു കുഴപ്പവും കൂടാതെ യാതൊരു വിധമായ ക്രിമിനൽ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാത്ത ഒരു മനുഷ്യനെ ഒരു പോലീസുകാരനെ കണ്ടാൽ പേടിക്കേണ്ട കാര്യമില്ല. അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ കാറിൽ പുനലൂര് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. വഴിയിലൊരു പോലീസ്
ഒരു ഹെഡ് കോൺസ്റ്റബിള് അതോ സബ് ഇൻസ്പെക്ടർ ആരോ ഞങ്ങളുടെ കാറ് നിർത്തി എൻ്റെ കൂടെയുള്ള ബിനോയിയോടെ ഡ്രൈവിംഗ് ലൈസൻസും കാറിൻ്റെ രജിസ്ട്രേഷനും ഒക്കെ ചോദിച്ചു, എല്ലാം കൊടുത്തു. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് മുറുക്കിക്കൊണ്ടിരുന്നായി സംസാരിക്കുന്നത്. പോലീസ് ഇൻസ്പെക്ടറാ, മുറുക്കിക്കൊണ്ടിരുന്ന് സംസാരിക്കും. ഞാൻ പറഞ്ഞു, സാറേ നിങ്ങളൊക്കെ മറ്റ് ചെറുപ്പക്കാർക്കൊക്കെ മാതൃക കാണിച്ചു കൊടുക്കേണ്ടി വരും അല്ലയോ? ഈ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് പോലും ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നതെന്ന് അത് ചോദിക്കാൻ എനിക്ക് ധൈര്യം എവിടെ നിന്നുണ്ടായി? എന്തെങ്കിലും കള്ളത്തരത്തിൽ എൻ്റെ പടം അവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ആധാറിൻ്റെ നമ്പർ അവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇത് ചോദിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടാകുകയില്ല. എന്നാൽ ഒരു കാലത്ത് പാപത്തിൽ ജീവിച്ചവരായ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ദൈവത്തിന്റെ മുമ്പില് നീതീകരണം പ്രാപിച്ചവരാകയാൽ അത് നമ്മളുടെ മതഭക്തി മൂലമല്ല, നമ്മൾ പെന്തക്കോസിൽ ജനിച്ചത് കൊണ്ടല്ല, പെന്തക്കോസ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതുകൊണ്ടല്ല. യേശു ക്രിസ്തു നമ്മെ നീതീകരിച്ചു. നമ്മുടെ നീതിയൊക്കെയും കറ പുരണ്ട തുണി പോലെ ആയിരിക്കുമ്പോൾ നമ്മെ നീതീകരിച്ചവനായ ഒരു യേശു ഉള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പേടിച്ചോടേണ്ട കാര്യമില്ല. നമുക്ക് ഒന്നാമത് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുള്ളവർക്ക് ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നു. അവർക്ക് തമ്മിൽ സമാധാനത്തോടു കൂടി ആയിരിക്കുവാൻ സാധിക്കുന്നു. നാം മോർ ദാൻ കോൺകറേഴ്സ്, നാം പൂർണ്ണ ജയാളികളാകുന്നത് എങ്ങനെ? നാം ദൈവത്തോട് സമാധാനമുള്ളവരാകയാൽ. അഞ്ചാമത്തെ കാര്യം, നേരത്തെ നമ്മുടെ പ്രിയ ബാബുച്ചായന് പ്രസംഗം അവസാനിപ്പിച്ചത് അത് പറഞ്ഞുകൊണ്ടാണ് 34-ാം വാക്യത്തിൽ കാണുന്നത്, ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്നു എന്നുള്ളതാണ് പൂർണ്ണമായ ജയത്തിലേക്ക് നമ്മെ നയിക്കുന്നതായ വേറൊരു ഘടകം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അനുദിന ജീവിതത്തില് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകാം. ഞാൻ ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചെന്ന് വരാം, സംസാരിച്ചെന്ന് വരാം, നമ്മുടെ ഭാവങ്ങളിലൂടെ അത് പ്രകടിപ്പിച്ചെന്ന് വരാം, നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെയാകാം. എന്നാൽ അത് ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നുവെങ്കിൽ, യഥാർത്ഥ മാനസാന്തരമുണ്ടായ ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, ക്രിസ്തുവിനോടുകൂടി ചേർന്ന് ജീവിക്കുന്നവനാകുന്നുവെങ്കിൽ, ഇങ്ങനെയുള്ളതായ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ചിലരങ്ങ് തഴമ്പിച്ചു പോയി. എന്തെല്ലാം കാണിച്ചാലും പ്രസംഗിക്കാം, എന്തെല്ലാം കാണിച്ചാലും അന്യഭാഷ പറയാം, എന്തെല്ലാം കാണിച്ചാലും അന്ന് നമുക്ക് ഒരു ആത്മീയതയുടെ ഒരു പുകമറയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കാം. അതുകൊണ്ട് നാം ഇന്ന് കാണിക്കുന്നതായ നമ്മുടെ ഇടയിൽ കാണുന്നതായ പല കാര്യങ്ങൾക്കും യാതൊരു വിലയുമില്ലാതായി തീർന്നിരിക്കുന്നു. മാനസാന്തരത്തിന് വില കൊടുക്കാതെ, അനുദിന ജീവിതത്തിൽ മാനസാന്തരത്തിന് വില കൊടുക്കാതെ നാം ഇങ്ങനെ ഒരു ഒഴുക്കൻ മറ്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് തന്നെ വിലയില്ലാതായി തീരുന്നു. നമ്മുടെ സാക്ഷ്യം അർത്ഥശൂന്യമായി തീരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അത് മാന്യതയുള്ളതായി തോന്നുന്നില്ല. സ്ഥാനം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരും, മറ്റുള്ളവർ നൽകുന്ന അംഗീകാരം ഇഷ്ടപ്പെട്ടെന്ന് വരാം. എന്നാൽ ദൈവത്തിന് മുമ്പിൽ എങ്ങനെയാകുന്നുവെന്ന് ഓർക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓരോ ദിവസവും എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറയണം, കർത്താവേ, ഞാൻ ഇന്ന വാക്ക് സംസാരിച്ചത് നല്ലൊരു മനോഭാവത്തോടു കൂടി ആയിരുന്നില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ഭാവപ്രകടനങ്ങളിൽ അങ്ങേ ദുഃഖിപ്പിക്കുന്നതായ ചില പ്രകടനങ്ങൾ അവിടെ വന്നു. ശുശ്രൂഷകന്മാരെ, അങ്ങനെയുള്ളതായ ഒരു ജീവിത ശൈലി നമുക്കുണ്ടോ? ഞാൻ നേരത്തെ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ളപ്പോൾ പറഞ്ഞതാണ്, പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവേൻ. എത്ര അമ്മമാർക്ക് മക്കളോടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുവാൻ സാധിക്കും, ഞാൻ ജീവിക്കുന്നത് പോലെ നീയും ജീവിക്കണമെന്ന്?
എത്ര അപ്പന്മാർക്ക് മക്കളോട് ആത്മാർത്ഥതയോടുകൂടെ പറയുവാൻ സാധിക്കും, എന്റെ ജീവിതം നോക്കി പഠിക്ക്, അതനുസരിച്ച് നീയും ജീവിക്കണമെന്ന്? എത്ര ശുശ്രൂഷന്മാർക്ക് സഭയിലുള്ള പ്രിയപ്പെട്ടവരോട് പറയുവാൻ സാധിക്കും, എന്റെ ജീവിതം നോക്ക്, അതും മാതൃകയാക്കി നിങ്ങളും ജീവിക്കണമെന്ന്? ഇതിന്റെ അർത്ഥം നമ്മളത് കുറവില്ലാത്തവരെന്നല്ല. എന്നാൽ കുറവിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അതുകൂടെ അവർ കണ്ടു പഠിക്കേണ്ടത് ആവശ്യമാകുന്നു. ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും മറ്റുള്ളവർ കാണേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെയുള്ളൊരു മനോഭാവത്തോടുകൂടെ ജീവിക്കുകയാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനായ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്ന്, എൻ്റെ യേശുവേ, കണ്ണുനീരോടുകൂടെ, വേദനയോടുകൂടെ, ഹൃദയ നുറുക്കത്തോടുകൂടെ, എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയെ ദുഃഖിപ്പിച്ചു, അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങള് എന്റെ മനസ്സിലൂടെ കടന്നുപോയി, എന്റെ ഭാര്യയോട് ഇടപെട്ടപ്പോൾ, എന്റെ കുഞ്ഞുങ്ങളോട് ഇടപെട്ടപ്പോൾ ഞാൻ വീഴ്ചകളുള്ളവനായി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ യേശു പിതാവിനെ നോക്കി പറയുന്നത്, ഞാൻ ഭാവനയിൽ കാണുകയാണ്, പിതാവേ, അവന്റെ ജീവിതത്തിലെ വീഴ്ചകളുണ്ട്, എന്നാൽ അവനിൽ നേരിട്ട് നോക്കരുത്. അവൻ എന്നിൽ വിശ്വസിക്കുന്നവനാകുന്നു, അവൻ എന്നെ ഏറ്റുപറയുന്നവനാകുന്നു, എൻ്റെ മാതൃകപ്രകാരം ജീവിക്കാൻ സമർപ്പിക്കപ്പെട്ടവനാകുന്നു, എൻ്റെ ശിഷ്യനാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്നവനാകുന്നു. അതുകൊണ്ട് അവനെ നേരിട്ട് നോക്കരുത്. എൻ്റെ രക്തത്താൽ അവനെ ആവരണം ചെയ്തിരിക്കുന്നു, എന്നിൽ കൂടെ മാത്രമേ അവനെ കാണാവൂ എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം എന്നെ കാണുന്നത് എൻ്റെ ക്രിസ്തുവിലുള്ള സ്ഥാനം അനുസരിച്ചാണ്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് യേശു എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഒരു വക്കീലിനെ പോലെ കോടതി ചെന്ന് നിന്നിട്ട് എത്ര കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലും, എത്ര കുറ്റക്കാരനാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് കള്ളം കൂടെ പറഞ്ഞ് രക്ഷിക്കാൻ നോക്കുന്ന ഒരു വക്കീലല്ല, ഒരു കാര്യസ്ഥനല്ല എൻ്റെ കർത്താവ്. എൻ്റെ കർത്താവിനാകെ പറയുവാനുള്ളത്, അവൻ എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ നാമം ഏറ്റുപറയുകയും എൻ്റെ മാതൃകപ്രകാരം ജീവിക്കുന്നതിന് സമർപ്പിക്കപ്പെടുകയും ചെയ്ത ഒരുത്തനാകുന്നു. അതുകൊണ്ട് അവനെ നേരിട്ട് നോക്കിയാൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടെന്ന് വരാം, എന്നാൽ എന്നിൽ കൂടെ മാത്രമേ അവനെ കാണാവൂ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നവനായ ഒരു കർത്താവ്. അടുത്തത്, ഒരു ശത്രുവിനും വേർപിരിക്കുവാൻ കഴിയാത്തതായ ക്രിസ്തുവിന്റെ സ്നേഹനിമിത്തം നമ്മെ തന്നോട് ബന്ധിച്ചിരിക്കുന്നു. 35-ാം വാക്യത്തിൽ പറയുന്നത്, തൻ്റെ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? എൻ്റെ പ്രിയപ്പെട്ടവര്, തിരുവല്ലായില് ഈ നമുക്ക് അനുകൂലമായ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ പോലീസുകാരെ അവർക്ക് അറിയിച്ചു കാണും, ഞങ്ങളെ ആരും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കണമെന്ന്. ഇവിടുത്തെ പഞ്ചായത്തുകാരോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഇനി ഏറ്റവും വന്ന് മന്ത്രിമാരോ നമ്മുടെ പിന്നിലുണ്ടാകും. ഇതൊന്നുമല്ല ഇന്ന് വടക്കേ ഇന്ത്യയില് എനിക്കറിയാവുന്ന, ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ ചിലര് ജയിലിൽ കിടക്കുകയാകുന്നു. മലയാളികള് നമ്മൾ ചുരുക്കം പേര് ചിലപ്പോൾ നമ്മൾ അറിയും, എന്നാലും നമ്മൾ അറിയാത്ത ഒരുപാട് പേര്, വലിയ വിദ്യാഭ്യാസമില്ല, വെറും ഗ്രാമങ്ങളിൽ ജീവിച്ച് അവര് സുവിശേഷം കേട്ട് വലിയതായിട്ടൊന്നും പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ, എങ്കിലും അവർ സുവിശേഷം അവിടെ ഇവിടെയും നടന്നു പറഞ്ഞതിന്റെ ഫലമായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞു എന്നുള്ള ഏക കാരണത്താല് ഇന്ന് ജയിലിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കിവിടെ നിന്ന് ഇതൊന്നും അറിയാതെ, കഷ്ടത വന്നാലും പട്ടിണി വന്നാലും ഒന്നും വന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് പോൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും മനസ്സിലാക്കുക, ഈ അനുകൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ടല്ല പറയേണ്ടത്, എനിക്ക് എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ സാധിക്കാത്തതായ ഒരു ബന്ധത്തിലാകുന്നു ഞാൻ പ്രവേശിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളതായ ഒരു സ്നേഹബന്ധം നമുക്കുണ്ടോ? നമ്മൾ ഇന്ന് പറയും, നമ്മുടെ പാട്ടൊക്കെ ഉണ്ടല്ലോ, എന്തോ ശത്രുഗണം വാദിച്ചപ്പോൾ
ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിച്ചപ്പോൾ എനിക്കറിഞ്ഞുകൂടാ, ഞങ്ങൾ ഈ ദേശത്തൊക്കെ ജീവിക്കുന്നവരാ, ഞങ്ങളോട് ആരും വന്ന് വാദിക്കാറില്ല നിങ്ങളെ ആരും ഉയർത്തത്തില്ലെന്ന്. പിന്നെ ഉയർത്തത്തിൽ നിന്ന് വാദിക്കുന്ന എപ്പോഴാ? അവരുടെ അതിരുമാന്തുമ്പോഴാണ്. അല്ലെങ്കിൽ ഇതുവരെയും പോയിക്കൊണ്ടിരുന്ന വഴിയെ പോകാൻ അനുവദിക്കാതെ നമ്മളവിടെ മതിൽ കെട്ടുമ്പോഴാ അവർ ഉയർത്തില്ലെന്ന് വാദിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ മകൾക്ക് വിസ കിട്ടുന്നതോ നിങ്ങളുടെ മക്കൾക്ക് കല്യാണം നടക്കുന്നതോ ഒന്നും അവർക്ക് വലിയ വിഷയമൊന്നുമല്ല. ശത്രുഗണത്തിന്റെ പ്രവൃത്തി കാണണമെന്നുണ്ടെങ്കിൽ മധ്യപ്രദേശിലേക്കും ഉത്തർപ്രദേശിലേക്കും ജാർഖണ്ഡിലേക്കും പോകുക. സൗദി അറേബ്യയിലെ ജോലി നോക്കാനല്ല, സൗദി അറേബ്യയിലെ മനുഷ്യരുടെ ജീവിതം ഒന്ന് കണ്ടുപഠിക്കുക. മറ്റ് രാജ്യങ്ങളിൽ അവർ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ കാണുക. ഇതൊന്നും കാണാതെ ഇവിടുന്ന് കൈയടിച്ച് വലിയ ശീതീകരിച്ചിട്ടുള്ള ഹോളുകളിൽ ഇരുന്ന് ഉണർവോടുകൂടെ പറയുവാൻ സാധിക്കും, ഏത് ശത്രു വന്നാലും ഞാൻ അങ്ങ് നേരിടുവന്ന്. എന്നാൽ എനിക്ക് മോർ ദാൻ കോൺഗ്രേഴ്സ്, ജയാളികളെക്കാൾ ഉന്നതമായ ഒരു സ്ഥാനത്താകുവാൻ സാധിക്കുന്നത് എന്റെ കഴിവുകൊണ്ടല്ല, എല്ലാം എനിക്ക് അനുകൂലമായത് കൊണ്ടല്ല, എന്നെ എതിർക്കുന്നതിന് ഒരു ശക്തിയുമില്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ യേശുവിന്റെ സ്നേഹം. യേശുവിന്റെ സ്നേഹം. പ്രിയ സഹോദര, യേശുവിന്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? യേശുവിന്റെ സ്നേഹം അനുഭവിക്കുന്നുവെങ്കിൽ യേശുവിന്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കും. യേശുവിന്റെ സ്നേഹം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് പാട്ടുപാടി സന്തോഷിക്കുന്നതല്ല. യേശുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധം മൂലം ഇതുവരെയും യേശുവിനെ അറിയാത്ത ചിലരോടെങ്കിലും യേശുവിൻ്റെ സന്ദേശം നിങ്ങൾക്കാവുന്ന രീതിയിൽ പറയുവാൻ നിങ്ങൾ ശ്രമിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവിടെയാണ് പറയുവാൻ സാധിക്കുന്നത്, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ഒന്നിനും സാധിക്കയില്ല എന്ന്. ഈ ജീവിതകാലത്ത് അനുഭവിക്കുവാൻ സാധിക്കുന്നതായ എല്ലാ സുഖങ്ങളെക്കാളും സൗകര്യങ്ങളെക്കാളും അനുകൂല സാഹചര്യങ്ങളെക്കാളും മെച്ചമായ ഒരു ജീവിത ശൈലി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ 36-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. ഒരിക്കൽ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ, ചിലർക്ക് നമ്മൾ സാക്ഷി പറയാറുണ്ടല്ലോ, ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും ചിന്തുവാൻ ഞാനിതാ തയ്യാറായി, നെഞ്ചും നെറ്റിയും കാണിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് വിടുന്ന വെറുതെയാ. 10 രൂപയുടെ കാര്യം പറയുമ്പോൾ കള്ളം പറയുന്നവരാ. അവിടെ ഇവിടെ പോയി മോളിൽ പറഞ്ഞിരിക്കുന്ന കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിയിൽ സൈൻ ചെയ്യുന്നവരാ പറയുന്നത്, കർത്താവിന് വേണ്ടി ഞാൻ അങ്ങ് മരിക്കാൻ തയ്യാറാണെന്ന്. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ഒന്ന് ജീവിച്ച് കാണിക്ക, എന്നിട്ടാണ് മരിക്കുന്നത്. ഇവിടെ പറയുന്നത്, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഞായറാഴ്ചയുള്ള സമയം ഇതൊക്കെ എടുത്ത് ജനത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് ചെല്ലത്തക്ക രീതിയിൽ ഒന്ന് സംസാരിച്ച്, കാരണം സഭയിൽ ആരെങ്കിലുമൊക്കെ വരണമെങ്കിൽ ഞായറാഴ്ചയേ ഉള്ളൂ. ഞങ്ങളുടെ സഭയുടെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഒരേ കൂട്ടരാണ് പിന്നെയും വരുന്നത്. അവർക്കൊന്നും ഇത് കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അവർ ഒരു മാനം മര്യാദയായിട്ട് ദൈവത്തെ സേവിച്ച് ജീവിക്കുന്നവരാണ്. ഇത് കേൾക്കേണ്ട ഒരു ഞായറാഴ്ച മാത്രമേ വരത്തുള്ളൂ. ഞായറാഴ്ച വരുന്ന പറഞ്ഞാൽ അവർ കേൾക്കുന്നത് ദാവീദും അബ്രഹാമും ഗോലിയാത്തും ലോത്തും ഇതൊക്കെയാ. ഇതൊക്കെ കേൾക്കുന്നുണ്ടാകുന്നത് വേദപുസ്തകത്തിൽ ഇല്ലാത്തതല്ല, ഉള്ളതാണ്. പഴയ നിയമം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്ന വ്യക്തിയല്ല. ഞാൻ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ നിയമം. എന്നാൽ അവരൊന്ന് കേൾക്കട്ടെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ ഞായറാഴ്ച തോറും സഭായോഗത്തിന് വന്ന് സ്തോത്രാഴ്ച ഇടുകയോ ദശാംശം കൊടുക്കുകയോ ചെയ്യുകയല്ല, ദിനം തോറും അവൻ അവന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം, തന്നെത്താൻ ത്യജിക്കണം. എന്ന് പറഞ്ഞാൽ തൻ്റെ ഐഡന്റിറ്റി, എൻ്റേതെന്ന് ഞാൻ കരുതുന്നത് എന്തുണ്ടോ അത് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനുള്ളൊരു മനസ്സെനിക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കുറച്ചെങ്കിലും അർത്ഥത്തില്
പറയുവാൻ സാധിക്കത്തുള്ളൂ, ഞാൻ നിന്റെ നിമിത്തം ഇടവിടാതെ കൊല്ലപ്പെടുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ എന്നെ എണ്ണുന്നു. നമ്മൾ ശത്രുവിനെ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ് പൂർണ്ണജയം പ്രാപിക്കുന്നത്? നേരത്തെ എന്തുകൊണ്ട് നമുക്കത് പൂർണ്ണജയം പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ 7 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും എങ്ങനെ പൂർണ്ണജയം പ്രാപിക്കും? 1, ശത്രുവിനെ തിരിച്ചറിയുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. വിവരിക്കുവാൻ സമയമില്ലല്ലോ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. നമ്മുടെ ജഡം, നമ്മുടെ ശത്രു എന്ന് നാം പലപ്പോഴും പറയുന്നത് നമ്മുടെ ജഡം. നമ്മുടെ ദേഹത്തിനും, ഈ ജഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹത്തിനും ദേഹിക്കും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, അതാണ് ജഡമെന്ന് പറയുന്നത്. എളുപ്പത്തിൽ പറഞ്ഞാൽ സ്വാർത്ഥതയാണ്. ഇന്ന് മനുഷ്യനെ എവിടെ നോക്കിയാലും മീ ആൻഡ് മീ ഒള്ളി, ഞാനും ഞാൻ മാത്രവും എന്നുള്ളതായ ഒരു മനോഭാവമാണ്. അത് ആത്മീയ മണ്ഡലത്തിലും വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ. ഇന്ന് ആത്മീയ മണ്ഡലത്തിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കാനുള്ള മാർഗം എന്തുവാ? നിങ്ങൾക്കത് സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾക്കിത് സംഭവിക്കാൻ പോകുന്നു. ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയും, ഈയിടെ ഒരു കൺവെൻഷൻ ഞാൻ കേട്ടതാ, ഒരാൾ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു, നമുക്ക് ഈ ലോകത്തിലുള്ളതൊന്നുമല്ല നമ്മുടെ വിഷയം, നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇരുന്ന പാടെ അടുത്ത ആളുടെ പ്രസംഗം 2025 നിങ്ങളുടെ കടമെല്ലാം മാറാൻ പോകുന്നു. ഇതിലേത് പ്രസംഗത്തിനാണ് മനുഷ്യർ വില കൊടുക്കുന്നത്? ക്രിസ്തുവിനോടുള്ള കഷ്ടം അനുഭവിക്കണമെന്ന് പറയുമ്പോഴാണോ? ദിനം തോറും ക്രൂശിക്കപ്പെട്ടവരാകണമെന്ന് പറയുമ്പോഴാണോ? നിങ്ങളുടെ കൊലയുടെ ആയുധമായ, നിങ്ങളെ തന്നെ കൊല്ലുന്നതിൻ്റെ ആയുധമായ ക്രൂശും എടുത്തുകൊണ്ട് നടക്കണമെന്ന് പറയുമ്പോഴാണോ? അതോ എല്ലാം കടമെല്ലാം മാറാൻ പോകുന്നു, കണ്ണല്ലാത്തതെല്ലാം പൊന്നാകാൻ പോകുന്നു, അനുഗ്രഹം അതിലേ വരുന്നു ഇതിലേ വരുന്നു, അതിൽ കൂടെ വന്ന് കയറി പിടിച്ചങ്ങ് എടുത്തോണ്ടാ മതി? എൻ്റെ പ്രിയപ്പെട്ടവര്, നമുക്ക് അങ്ങനെയുള്ള മനസ്ഥിതിയിലായിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ജഡത്തെ ജയിക്കുവാൻ നമുക്കിപ്പോഴും സാധിച്ചിട്ടില്ല. ലോകം, സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി ഇന്ന് ലോകത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ആത്മീയതയെ വളർത്തുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരെങ്കിലുമൊക്കെ വന്ന് വോട്ട് കിട്ടുന്നതിന് വേണ്ടി നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ യേശുവും നല്ലവനായിരുന്നു, യേശു ഒത്തിരി പേർക്ക് സഹായിച്ചിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പം നമ്മൾ അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അവരടുത്ത അമ്പലത്തിൽ ചെന്നിട്ടും വേറൊരു സാധനത്തിൽ നിന്ന് അവിടെ ചെന്നിട്ടും ഇതൊക്കെ തന്നെ പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നത്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ല. അത് പറയാൻ മടിക്കുന്നവരെ ആരെയും, പാസ്റ്റർ ഇത് പറയുന്നത് ക്ഷമിക്കുക, അത് പറയാൻ മടിക്കുന്ന ആരവരെയും നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. നമ്മൾ വല്ല സാമൂഹ്യ പ്രവർത്തനം നടത്തുമ്പോൾ വന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. വല്ലവർക്കും വല്ലതും ചെയ്യുന്നെങ്കിൽ അവർ വന്നോട്ടെ. എന്നാലും നമ്മുടെ ഇങ്ങേറ്റം നമ്മൾ തിരുവത്താഴം നടത്തുന്ന അവർ കയറി വന്നാൽ ഇത് നിർത്തി വെച്ചാൽ അവരൊക്കെ സമയം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇങ്ങനെയുള്ള സാമൂഹ്യ വ്യവസ്ഥയെ നാം ജയിക്കേണ്ടതായ ശത്രുവാകുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിന് പ്രയോജനമുള്ളതിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുവാൻ പിശാച് ജഡത്തെയും ലോകത്തെയും ഉപയോഗിക്കും. കൂടാതെ സാത്താന്റെ നേരിട്ടുള്ള എതിർപ്പുകളും ഉണ്ടാകാം. നമ്മൾ അധികം പേരൊന്നും അതൊന്നും ഇപ്പോൾ അനുഭവിക്കുന്നില്ല. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ അമ്മച്ചിമാരൊക്കെ ഒരു ചെറിയ ചാർത്തിൽ, നമ്മുടെ CP വർഗീസിൻ്റെ മദറും ഒക്കെ ഒരു ചെറിയ ചാർത്തിലിരുത്തി ഞങ്ങളുടെ അമ്മച്ചിമാർ കുറച്ച് പേര് കൂടി പിശാചുക്കളെ ഇറക്കി വിടുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ യോഗത്തിനൊന്നും പിശാച് ബാധിച്ചവരാരും വരാത്തതല്ല, ആരും ഇളകുന്നില്ല. കാരണം ദൈവത്തിന് നമ്മോടൊരു കരുണയുള്ളത് കൊണ്ട്. ഇളകിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യണമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞോളൂ. ആകെ നമ്മളായിരിക്കും ആദ്യം പേടിച്ചു ഓടുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവം എന്തോ നമ്മുടെ മാന്യത, നമ്മുടെ കൊട്ടേഷനിലുള്ള മാന്യത സൂക്ഷിക്കാൻ വേണ്ടി ഇന്ന് പിശാചുക്കളൊന്നും ഇളകാറില്ല. അല്ലെങ്കിൽ അത്രയേ നമുക്ക് പ്രാർത്ഥനയൊക്കെ ഉള്ളൂ. നമ്മുടെ പക്ഷത്താരെന്ന് തിരിച്ചറിയുക. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക്
ജയാളികളാകുവാൻ സാധിക്കും. അല്ല, നമുക്ക് മോർ ദാൻ കോൺകറേഴ്സ് ആകുവാൻ സാധിക്കും. ഉറപ്പോടുകൂടെ പോരാടുക. 38 ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കേണ്ട സമയമായി. 38, 39 വാക്യങ്ങളിൽ അവിടെ ഒരു ഉറപ്പ് പറയുന്നു. നമുക്കറിയാവുന്ന വേദഭാഗം, ഒരുപാട് നമ്മൾ ആവേശത്തോടുകൂടെ വായിക്കുന്ന വേദഭാഗമാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് അത് പറയാണ്, ഇതിൽ ഒന്നിനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, കർത്തൃവേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഉറപ്പ് നമുക്കുണ്ടോ? ആ ഉറപ്പ് നമുക്കുണ്ടോ? അവർ എന്തിനാണ്, ഓരോരുത്തർക്കും ഒരു ഉറപ്പുണ്ട്, ഞാൻ എന്തിനാണ് രണാങ്കണത്തിലായിരിക്കുന്നത് എന്ന്. ആ അറിവ്, ഇത് ഞാൻ ആകസ്മികമായിട്ട് ഇവിടെ വന്നതല്ല, മറ്റ് ജോലിയൊന്നും കിട്ടാൻ ഇതുകൊണ്ട് ഞാൻ വന്നതല്ല. ഭൂമിയിലെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ എന്തൊക്കെയോ കിട്ടുമെന്ന് ആരെങ്കിലും പറയുന്ന കേട്ട് വന്നതല്ല. പിന്നെയോ എൻ്റെ കർത്താവിൻ്റെ വിളി കേട്ട് എന്നെ റിക്രൂട്ട് ചെയ്ത ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ യുദ്ധകളത്തിലായിരിക്കുന്നത്. ഞാൻ യുദ്ധത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. വെറുതെ പട്ടാളക്കാരന് ശമ്പളം വാങ്ങിക്കുന്നതിന് വേണ്ടി അല്ല, യുദ്ധത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. നമ്മെ യുദ്ധത്തിന് കൊള്ളാവുന്നവരായി ദൈവത്തിന് ബോധ്യമായത് കൊണ്ടാണ് നമ്മെ തെരഞ്ഞെടുത്തത് എന്ന് ഒരു ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. ശത്രുവിനെ എതിരിടാനുള്ള തയ്യാറെടുപ്പോടുകൂടെയാണ് നാം ആയിരിക്കുന്നത് എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. നമ്മുടെ രാജ്യവും നമ്മുടെ രാജാവും നമ്മുടെ പിന്നിലുണ്ട്. നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരുന്നതിന് വേണ്ടി നമ്മുടെ പിന്നിൽ ഒരു രാജ്യമുണ്ട്, ഒരു രാജാവുണ്ട്. അതാണ് നമ്മളെ യുദ്ധകളത്തിൽ നിർത്തുന്നതും അതാണ് നമ്മളെ മോർ ദാൻ കോൺകറേഴ്സ്, ജയാളികളെക്കാൾ ഉന്നത സ്ഥാനത്തുള്ളവരും ആക്കുന്നത്. ഇനിയും ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ യുദ്ധകളത്തിൽ ഞാൻ മരിച്ചു വീണാലും എൻ്റെ സൈന്യാധിപൻ, എൻ്റെ രാജാവ് എന്നെ അവിടെ വിട്ടിട്ട് പോകുകയില്ല. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പല രാജ്യങ്ങളിലും യുദ്ധം നടന്നതിന് ശേഷം സന്ധികൾ ഉണ്ടാക്കുമ്പോൾ ഒന്നാമത് ചെയ്യുന്നത് ആ യുദ്ധത്തിൽ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവരുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് ബഹുമാനം നൽകേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് അവരെ സ്വന്തം രാജ്യത്തിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരാകുന്നു. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ആവർത്തിക്കട്ടെ, എൻ്റെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു എന്നുള്ളതാണ്. ലോകത്തിലുള്ള നേട്ടങ്ങളോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാകുന്നു. കാൺമീൻ, ഞാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ സ്നേഹം അനുഭവിക്കുന്നവർക്ക്, ഈ ദൈവം നമ്മുടെ പക്ഷത്താണെന്ന് ഉറപ്പുള്ളവർക്ക് പറയുവാൻ സാധിക്കും, we are more than conquerors. ക്രിസ്തു യേശു മൂലം നാം ജയാളികളാണെന്ന് മാത്രമല്ല, ജയാളികളെക്കാൾ ഉന്നത സ്ഥാനത്താകുന്നു. ആ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷ, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരും പാസ്റ്റർമാരും ഭാര്യമാരും സൺഡേ സ്കൂൾ അധ്യാപകരും ഒക്കെ ആണല്ലോ. നമ്മുടെ ശുശ്രൂഷ മറ്റുള്ളവരെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആകണമെന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു തീരുമാനമാകട്ടെ. അങ്ങനെ ഒരു തീരുമാനത്തോടുകൂടെ പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.